തിരുവചനം തിരുവചനം. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഒരു നിമിഷം പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പരിശുദ്ധാത്മാ അഭിഷേകത്തിനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസി പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും അഭിഷേകം ചെയ്യണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പാപികളുടെ സങ്കേതമേ, തിരുവചനങ്ങളിലെ മുഴുവൻ അഭിഷേകവും ഞങ്ങളിലേക്ക് നിറയുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലെ പരിശുദ്ധാത്മാവ് വന്നു. ലുക്ക 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ജെറമ്യാ 5:14 എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. ഈ വചനാഭിഷേകങ്ങൾ കർത്താവെ ഇപ്പോൾ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരിലും വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദൈവമാതാവേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശിവമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 39 അധ്യായം 34 വാക്യം ധ്യാനിച്ച് നമ്മൾ ഈ വചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. വചനം എങ്ങനെയാണ്? ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായിട്ട് തെളിയും. പ്രഭാഷകൻ്റെ പുസ്തകം 39 അധ്യായം 34 വാക്യം. ബൈബിളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 12 മുതലുള്ള വാക്യങ്ങൾ, പ്രഭാഷകൻ്റെ പുസ്തകം 12 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഒറ്റ സ്ട്രെച്ചിലാണ് കിടക്കുക, ഒരുമിച്ചാണ് കിടക്കുക. അത് ഒരുമിച്ച് വായിക്കേണ്ടതാണ്. അതിൻ്റെ കൺക്ലൂഷനാണ്, അതിൻ്റെ സമാപനമാണ് ഈ വചനഭാഗം വരിക. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായിട്ട് തെളിയും. എൻ്റെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു വചനഭാഗമാണിത്. അനേക ബോധ്യങ്ങൾ നൽകിയ വചനഭാഗമാണിത്. അനേകരുടെ ജീവിതങ്ങളെ വിലയിരുത്താനായിട്ട് കർത്താവ് പഠിപ്പിച്ച വചനഭാഗമാണിത്. ഇതിൻ്റെ തുടക്കഭാഗം 12 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി എന്നാണ് തലക്കെട്ട് എഴുതിയിരിക്കുക. തുടർന്ന് വരുന്ന വചനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്. 16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്, അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. 16-17 വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ഇനി അതിൻ്റെ അവസാനം പറയുകയാണ് 34 വാക്യത്തിൽ, ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായിട്ട് തെളിയും. ജീവിതങ്ങൾ പരിശോധിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ ഈ ഒരു 2 ഭാഗങ്ങൾ ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഒന്ന്, ഒരു കാലവും മോശമല്ല, ഒരു കാലവും മോശമാണെന്ന് പറയാനാവില്ല. ഇന്ന് നമ്മൾ ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയും ഇത് കഷ്ടകാലമാണ്. എന്നാൽ നാളെ ഈ പ്രതിസന്ധിയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ പറയും ഇത് അനുഗ്രഹത്തിൻ്റെ കാലമായിരുന്നു. അത് കർത്താവ് കണ്ടിട്ട് വചനം പറഞ്ഞിരിക്കുകയാണ്, ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയരുത്, ഓരോന്നും യഥാകാലം നന്മയായിട്ട് തെളിയും. വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക, ഇത് നന്മയായിട്ട് മാറും എന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യമാണ്, ഒരു വ്യക്തിയും മോശമാണെന്ന് പറയരുത്. ഒരു വ്യക്തിയെയും വിധിച്ച് മാറ്റി നിർത്തരുത്. അവൻ ശപിക്കപ്പെട്ടവനാണ്, അവൻ ഇനി ഒരിക്കലും ഗതി പിടിക്കുകയില്ല നമ്മൾ പറയരുത്. കാരണം എല്ലാ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിയുണ്ട്. അതനുസരിച്ച് അവരുടെ ജീവിതം മാറി. ഒരു കാലത്ത് തിന്മയെന്ന് പറഞ്ഞിരുന്നത് മറ്റൊരു കാലത്ത് നമ്മൾ നന്മയെന്ന് വിളിക്കേണ്ടി വരും. ഒരു വ്യക്തിയുടെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ബ്രദർ മാത്യു ആൽബിൻ എന്നാണ് ആ സഹോദരൻ്റെ പേര്. നിങ്ങൾക്ക് അത്ര പരിചയം കാണില്ല, പക്ഷേ വേറൊരു പേരുണ്ട് അദ്ദേഹത്തിന്, അതെല്ലാവർക്കും പരിചിതമാണ്. മാത്യു ആൽബിനെ അറിയില്ലെങ്കിലും ഇറച്ചി ആൽബിയെ അറിയാത്ത മലയാളികളുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതം സിനിമയാക്കിയിട്ടുണ്ട്.
ഒരു കാലത്ത് ആലപ്പുഴയെ വിറപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹമുള്ള സ്ഥലങ്ങളിൽ ആരും പോയിരുന്നില്ല. ഇറച്ചിയാൽബി ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ പരിസരത്ത് ആരും പോയിരുന്നില്ല. കാരണം ചിലപ്പോൾ രക്തം ഒഴുകും, ചോരപ്പുഴ ഒഴുകും. അദ്ദേഹം കയറിയിരുന്ന കടകളിൽ, ഹോട്ടലിൽ അദ്ദേഹം കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾ കയറിയാൽ, ഇനി മദ്യപാനിയൊക്കെ ആയിരുന്നുകൊണ്ട് ഷാപ്പിൽ അദ്ദേഹം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇറച്ചിയാൽബി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ ആ പരിസരത്ത് പോവില്ല. ഒരു കാലത്ത് ആലപ്പുഴയെ വിറപ്പിച്ച മനുഷ്യൻ ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്, ഒരു നന്മ മരമായിട്ട് മാറിയിരിക്കുന്നു. ഒരിക്കലും അദ്ദേഹം ഒരു ശാപമാണ്, ഒരു നാശമാണ്, ഇല്ലെങ്കിൽ ഒരു തിന്മയാണെന്ന് ചിന്തിച്ച വ്യക്തി, മോശമാണെന്ന് ചിന്തിച്ച വ്യക്തികൾക്ക് ഇന്ന് മാറ്റിപ്പറയേണ്ടി വന്നിരിക്കുന്നു, അദ്ദേഹം ഒരു നന്മയാണ്. അപ്പോൾ വചനം നമുക്ക് ഓർക്കാം, ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായിട്ട് തെളിയും. ഞാൻ എന്തുകൊണ്ട് ഈ വചനത്തെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, നമ്മൾ കുറ്റം പറയാനൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ എന്താ കുറ്റമായിട്ട് പറയണത്? മറ്റൊരാളുടെ കുറവാണ് പറയാൻ പോകുന്നത്, ഇല്ലേ ആ വ്യക്തിയിൽ എന്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പറയാൻ ചിന്തിക്കുമ്പോൾ ഈ വചനം ഒന്ന് ഓർത്താൽ മതി. ഞാനിപ്പോൾ ഈ പറയുന്ന കുറ്റമൊക്കെ അവനൊരു തെറ്റ് പറ്റിയതായിരിക്കില്ല, അവനെക്കുറിച്ചൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിരിക്കില്ല, അവനൊരു തെറ്റ് പറ്റി, അവൻ ഇനി എന്നേക്കും അങ്ങനെ ആയിരിക്കും എന്നും പറയണ്ട. വിധിക്കരുത്. കർത്താവ് ഈശോ മിശിഹ കൃത്യമായിട്ട് പഠിപ്പിച്ചു, വിധിക്കരുത്, ആരെയും വിധിക്കരുത്, വിധിക്കുന്ന വിധിയാൽ തന്നെ നീയും വിധിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാനായിട്ട് ഈ വചനം വളരെ നല്ല വചനമാണ്. ഒരു കാലത്തെയും നമ്മൾ മോശമാണെന്ന് പറയരുത്, എല്ലാം അടുത്ത കാലത്ത് മാറി മറിയും. സാമ്പത്തിക പ്രതിസന്ധികളുടെ കാലങ്ങൾ വരും, അത് കടന്നു പോകും. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പറയും, അന്ന് ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞത്. എത്രയോ ആയിരങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു അപകടം ഉണ്ടായതുകൊണ്ടാണ്, അല്ലെ എൻ്റെ കുഞ്ഞ് മരിച്ചത് കൊണ്ടാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞതെന്ന് എത്രയോ പേര് പറഞ്ഞിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു, ഇതിനൊക്കെ ഒരു ഉത്തരമില്ലേ? എന്തുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങളുടെ മരണമൊക്കെ ഒരു കുടുംബത്തിൻ്റെ തന്നെ മാനസാന്തരത്തിന് കാരണമായിത്തീരുന്നത്? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് നമ്മൾ തെറ്റൊക്കെ ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റുകളൊക്കെ വരുത്തുമ്പോൾ അവർ നമ്മുടെ ചെവിക്ക് പിടിക്കും. എന്തിനാ ചെവിക്ക് പിടിക്കണേ? കയ്യെ പിടിച്ചാൽ പോരെ, കൈവിരലെ പിടിച്ചാൽ പോരെ? ശരീരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ കൈവിരൽ. പക്ഷെ ചെവിക്ക് പിടിക്കുന്നത്, ചെവി വളരെ മൃദുലമായ ഭാഗമാണ്, അവിടെ പിടിച്ച് നല്ല വേദന എടുക്കും. അപ്പോൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ചില തിരിച്ചു വരവുകൾക്ക് വേണ്ടിയിട്ടാണ്, കർത്താവിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇനി ബൈബിൾ ഉടനീളം നമ്മൾ പരിശോധിച്ചൊന്ന് നോക്കണം. അവിടെ എത്രയോ വ്യക്തികളുടെ ജീവിതങ്ങൾ നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അവിടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട്, അവരുടെ എല്ലാം ജീവിതങ്ങളിൽ ദൈവം ഓരോ ഇടപെടലുകൾ കൊടുക്കുന്നു. കഷ്ടകാലത്തിൻ്റെ കാലം എന്ന് നമ്മൾ പറയുന്ന കാലം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടായിരുന്നു. അബ്രാഹത്തിൻ്റെ ജീവിതം എടുക്കണം. അബ്രാഹത്തെ നമ്മൾ കണ്ടുമുട്ടുന്ന ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം, നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെ ആകുമെന്നൊക്കെ ഒരു വാഗ്ദാനമൊക്കെ കൊടുത്തു. അബ്രാഹം ഇറങ്ങി പുറപ്പെട്ടു, ദൈവം വിളിച്ച് യാത്രയാക്കി. സ്വന്തമായിട്ടുണ്ടായിരുന്നതിനെല്ലാം ഉപേക്ഷിച്ച് യാത്രയാവുകയാണ് അബ്രാഹം, ദൈവത്തിൻ്റെ ജനതയുടെ തുടക്കമാവാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങോട്ട് കാണുന്ന അസ്ഥിരതയുടെ ഒരു ലോകമാണ്. പക്ഷെ അബ്രാഹം വിശ്വാസികളുടെ പിതാവായിട്ട് ഇന്നും അറിയപ്പെടുന്നു. ജോസഫിൻ്റെ ജീവിതം എടുക്കണം. ഉൽപ്പത്തി പുസ്തകം 37 മുതലുള്ള അധ്യായങ്ങൾ നമ്മളൊന്ന് മനസ്സിരുത്തി വായിക്കേണ്ട ഭാഗമാണ്. ജോസഫ് അടിമച്ചന്തയിൽ വിൽക്കുന്നതാണ് 37-ാമത്തെ അധ്യായത്തിൽ കാണുക. സ്വന്തം സഹോദരങ്ങൾ ഒറ്റിക്കൊടുത്തു, ഇല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞു, അവനെ ഉപേക്ഷിച്ച്, അവനെ വേണ്ടാന്ന് തീരുമാനിച്ചു, അവനെ നമ്മുടെ കുടുംബത്തിൽ വേണ്ടാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് അവനെ കൊല്ലാൻ തീരുമാനിച്ചു. പിന്നെ അത് കഴിഞ്ഞ ശേഷം അത് മാറ്റി അടിമച്ചന്തയിൽ വിറ്റു, അറബികൾക്ക് വിറ്റു. അവനെ അടിമച്ചന്തയിൽ വിറ്റു. അങ്ങനെ പൊത്തീഫറിൻ്റെ കൊട്ടാരത്തിലെത്തി വീണ്ടും അടിമയായിട്ട് തന്നെ ജീവിതം തുടരുകയാണ്. പൊത്തീഫറിൻ്റെ കൊട്ടാരത്തിൽ വീണ്ടും ശാന്തമായിട്ടൊക്കെ ജീവിക്കാൻ പരിശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് പാപ സാഹചര്യം വരുന്നത്. പൊത്തീഫറിൻ്റെ ഭാര്യ അവനെ പാപത്തിന് പ്രേരിപ്പിക്കുന്നു, ചെയ്യാൻ വഴങ്ങാതെ വന്നു. പാപം ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ കിടന്നു. അവിടുന്നും ആരും സഹായിക്കാനൊന്നുമില്ല. അവിടുന്ന് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കും, ദൈവം ഇടപെടുകയാണ്. കൃത്യമായ സമയങ്ങളുണ്ട് ദൈവികമായ ഇടപെടൽ എന്നുള്ളത് ജോസഫിൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കിയാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. കൃത്യമായ ദൈവിക പദ്ധതികൾ. ഈജിപ്തിൻ്റെ ഫറവോയ്ക്ക് സ്വപ്നം ഉണ്ടാകുന്നു. ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനായിട്ട് ജോസഫിന് മാത്രം സാധിക്കുന്നു. ഈ ജോസഫിന് വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് പറയാനായിട്ട് ഫറവോയുടെ പരിചാരകരിൽ ഒരാളെ ദൈവം ക്രമീകരിക്കുന്നു. എല്ലാം അവനെ തടവറയിലിടുന്നു. ഇതെല്ലാം ദൈവിക പദ്ധതികളുടെ ഭാഗമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ മറക്കാൻ പാടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. ഈ വചനം നമുക്കറിയാം, പക്ഷേ നമ്മളിത് എവിടെയോ ചിന്തിച്ചൊക്കെ മറന്നുപോയിരിക്കുന്നു.
ജെറമിയ പ്രവാചകന്റെ പുസ്തകം നമുക്ക് വെള്ളം പോലെ അറിയാവുന്ന ഒരു വചനമുണ്ട്. ജെറമിയ 29:11 വചനം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11 വാക്യം. കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ പ്രിയമുള്ളവരെ 4 മുതലുള്ള വചനം ഒന്ന് വായിക്കണം. അവിടെ വചനം പറയുകയാണ്, ജെറുസലേമിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ബാബിലോണിൽ അടിമത്തത്തിൽ കഴിയുന്ന ജനത്തോട്, ദൈവജനത്തോട് പറയുകയാണ് ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. വീട് പണിത് അതിൽ വസിക്കുവിൻ. അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തോടാണ് പറയുന്നത്, വീട് പണിയ്, അതിൽ വസിക്കുക, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുക, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുക, നിങ്ങളുടെ പുത്രിമാരെയും പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുക, അവർക്ക് മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്, ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിനായിട്ട് യത്നിക്കുവിൻ, അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ, നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വീണ്ടും പറയുകയാണ് 10-ാമത്തെ വാക്യത്തിൽ, ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എൻ്റെ വാഗ്ദാനം നിറവേറ്റും. ബാബിലോണിൽ 70 വർഷം അടിമത്തം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ദൈവം വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പം അതുകൊണ്ട് ഈ 1-ാം വർഷത്തിൽ നിങ്ങൾ നിലവിളിച്ചിട്ട് കാര്യമില്ല, ഇനി വീടുണ്ടാക്കാതിരുന്നിട്ട് കാര്യമില്ല, ഉള്ള സാഹചര്യത്തെ മുഴുവൻ പഴി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളിവിടെ ശാന്തമായിട്ട് ജീവിക്കുക. 70 വർഷം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഈ 70 വർഷം സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ കഷ്ടകാലത്തിൻ്റെ ഒരു കാലമെന്ന് നമ്മൾ വിളിക്കുന്ന കാലം ദൈവിക പദ്ധതിയുടെ ഫലമായിട്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന, നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടാണ് ദൈവം പറയാം, നിങ്ങൾക്ക് മക്കളുണ്ടാവണം, മക്കളെ വിവാഹം കഴിപ്പിക്കണം, അവർക്ക് മക്കളുണ്ടാകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. പിന്നെ പറയുകയാണ്, നിങ്ങളായിരിക്കുന്ന ഈ സ്ഥലത്തിന് വേണ്ടി, നഗരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറയുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനോടുകൂടി ഒരു കാര്യവും കൂടെ ചേർത്ത് വയ്ക്കാൻ പാടില്ല പ്രിയമുള്ളവരെ. ബാബിലോണിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, വിജാതീയ രാജ്യം ബാബിലോണിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. ബാബിലോണിൽ സമാധാനം ഉണ്ടായാലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയുള്ളെന്ന് ദൈവം വ്യക്തമായിട്ട് പഠിപ്പിക്കുക. നമ്മളൊരു എത്രയോ പേര് വന്നു ചേർന്ന കുടുംബത്തെ കുറ്റം പറഞ്ഞിരിക്കുന്നു. ഞാൻ ജനിച്ച കുടുംബത്തെ കുറ്റം പറയുന്നവരുണ്ട്, അല്ലെ ലഭിച്ച മാതാപിതാക്കളെ കുറ്റം പറയുന്നവരുണ്ട്, ജീവിത പങ്കാളിനെ കുറ്റം പറയുന്നവരുണ്ട്, മക്കളെ കുറ്റം പറയുന്നവരുണ്ട്. ഈ മക്കളൊക്കെ എൻ്റെ ഉദരത്തിലൊന്ന് പിറന്നല്ലോ, ഇല്ല എൻ്റെ മക്കളായിട്ട് ഇവരൊക്കെ ജനിച്ചല്ലോ എന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ദൈവം ഇവിടെ സന്ദേശം നൽകുകയാണ്, ഒന്നിനെക്കുറിച്ചും പരാതി പറയേണ്ട, ഇത് നിനക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നതാണ്, നിന്നെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഇത്, ഈ പ്രത്യേക കാലമെന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. ബാബിലോണിൽ സന്തോഷമായിട്ട് അടിമത്തത്തിൻ്റെ കാലം ആസ്വദിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ദൈവം പറയുന്ന വചനമാണ് 29-ാം അധ്യായം 11-ാം വാക്യം. ജെറമിയ 29:11, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയമുള്ളവരെ, ജീവിതത്തെ പഴിക്കുന്നവർ, നിരാശയിൽ കഴിയുന്നവർ കേൾക്കണം, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പതറരുത്, ദൈവിക പദ്ധതിയുടെ ഭാഗമാണത്. നമ്മൾ കാത്തിരിക്കണം, ദൈവം അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലേ? പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്നെടുത്ത് പ്രതിസന്ധികളല്ലായിരുന്ന മംഗളവാർത്തയുടെ സമയം മുതൽ പ്രതിസന്ധികളുടെ ഘോഷയാത്രയാണ് കാണുക. കുരിശിൻ്റെ ചൂട് വരെയും അമ്മ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഇന്നും സഭയുടെ പ്രതിസന്ധികളിൽ അമ്മ വേദനയോടുകൂടി ഇടപെടുന്നുണ്ട്, നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ഈശോയുടെ ജീവിതം ഒന്നെടുത്തേ, പ്രതിസന്ധി ഇല്ലാത്ത ജീവിതമായിരുന്നോ? ജീവിതത്തിലുടനീളം പ്രതിസന്ധികൾ, എത്രയേറെ വിവാദങ്ങൾ, എത്രയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടവൻ. ഇനി അവസാനം തെറ്റിദ്ധാരണയുടെ പേരിൽ സ്വന്തം മക്കൾ ക്രൂശിലേറ്റി, സ്വന്തം മക്കൾ ആരെ രക്ഷിക്കാൻ വന്നോ അവർ തന്നെ ക്രൂശിച്ചു. ഇനി 3 ദിവസം ഭൂമിക്കുള്ളിൽ പാതാളത്തിൽ അടയ്ക്കപ്പെടുന്ന ഈശോയെ നമ്മൾ കാണും.
ഈ 3 ദിവസങ്ങളാണ് ഈശോയുടെ, ഈ പീഡകളാണ്, ഈ സഹനങ്ങളാണ്, ഈ കുരിശു യാത്രയാണ്, കുരിശു മരണമാണ് ഈശോയെ മഹത്വീകരിക്കുന്നത്. ഈശോയുടെ ജീവിതത്തിൻ്റെ മഹത്വത്തിന് കാരണമായിട്ട് മാറുന്നത് ഈ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനങ്ങളുമാണ്. സ്നേഹമുള്ളവരെ, ഈ പീഡാസഹനവും കുരിശുമരണവും ഇല്ലെങ്കിൽ ഈശോ എങ്ങനെ രക്ഷകനായിട്ട് മാറും? അവൻ ഈ ഭൂമിയിൽ അവതരിച്ചത് കൊണ്ട് മാത്രം അവൻ രക്ഷകനായിട്ട് മാറുന്നില്ല. മറിച്ച് ഈ പീഡാസഹനങ്ങളിലൂടെ, കുരിശുമരണത്തിലൂടെ അവൻ കടന്നുപോയി നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തപ്പോഴാണ്, അവൻ സഹനത്തിലൂടെ കടന്നുപോയപ്പോഴാണ് അവൻ രക്ഷകനായിട്ട് മാറുക. അതുകൊണ്ട് ജീവിതത്തിൽ ഈശോയുടെ സഹനവും പാഴായി പോയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനവും പാഴായി പോവില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, പിശാചിൻ്റെ ഏറ്റവും വലിയ കഷായമാണ് നിരാശ. പിശാചിൻ്റെ ഏറ്റവും വലിയ കഷായമാണ് നിരാശ എന്ന് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദ എന്ന പുസ്തക ലേഖനത്തിൽ പഠിപ്പിക്കും. ഈ നിരാശ പിശാച് നമ്മളിൽ നിറച്ച് അവൻ്റെ മരുന്ന് തന്ന് നമ്മളെ സ്വന്തമാക്കാനായിട്ട് അവൻ പരിശ്രമിക്കണം. നമ്മൾ നിന്നു കൊടുക്കരുത് പ്രിയമുള്ളവരെ. ദൈവവചനം ധ്യാനിക്കണം. പ്രഭാഷകൻ 39-34 മറക്കരുത്. ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായിട്ട് തെളിയും. നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ദൈവം കൃത്യമായിട്ട് സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലേഖന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടെത്തും, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തെ പൗലോസ് ലീഹ പറയും, 5-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങൾ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. നമുക്കെല്ലാവർക്കും കാണാപ്പാടം അറിയാം ഈ ഭാഗം, പക്ഷെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും നിരാശയിലേക്ക് പോവുകയാണ്. ആത്മഹത്യയെക്കുറിച്ച് എത്രയോ പേര് ചിന്തിക്കുന്നു, എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു. ജീവിത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോൾ, ഇല്ലെങ്കിൽ ബന്ധങ്ങൾ തകരുന്നത് കാണുമ്പോൾ, ഇഷ്ടപ്പെട്ട വ്യക്തി ഉപേക്ഷിച്ചു പോകുമ്പോൾ തകർന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന എത്രയോ ആളുകൾ. ഈ വചനം ധ്യാനിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ദൈവ വചനങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. വചനം പറയുകയാണ്, എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ദൈവത്തിൻ്റെ ഹിതം ഇതാണെന്ന് ദൈവം വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. പൗലോസ് ലീഹായുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും. ജീവിത പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കണം, എന്നിട്ട് ദൈവത്തിന് നന്ദി പറയണം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കുറുക്കുവഴി അതല്ലേ ആത്മീയ ജീവിതത്തിലെ കുറുക്കുവഴി. അവൾ ചെയ്തത് എന്താണ്? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു. ചെറിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും അവൾ നന്ദി പറഞ്ഞു. അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തു, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഷണറിമാർക്ക് വേണ്ടി സമർപ്പിച്ചു അവൾ. അങ്ങനെ ഒരു മിഷണറി പ്രവർത്തനം ഇല്ലെങ്കിൽ പുറത്തുപോയി വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കുകയോ ഇല്ലെങ്കിൽ യാതൊരുവിധ പ്രസംഗങ്ങളും നടത്താതെ തന്നെ അവളെ മിഷൻ മധ്യസ്ഥയായിട്ട് കൊച്ചുത്രേസ്യ മാറിയത് എങ്ങനെയാണ്? ജീവിതത്തിൽ ലഭിച്ച ചെറിയ ചെറിയ കുരിശുകൾ അവൾ സന്തോഷത്തോടെ എടുത്തു. ഇനി തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ വേണ്ടെന്ന് വെച്ചു. കൊച്ചുത്രേസ്യയുടെ ജീവിതം അങ്ങനെയാണ് വിശുദ്ധമായത്. അങ്ങനെ അവൾ പഠിപ്പിച്ചു ആത്മീയ ജീവിതത്തിലെ കുറുക്കുവഴി, സ്വർഗത്തിലേക്കൊരു കുറുക്കുവഴി അവൾ ഇട്ടു. ആത്മീയ ശിശുത്വം, എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ആശ്രയിക്കുക, ജീവിതത്തിലെ നിസ്സാര സങ്കടങ്ങളിൽ പോലും ഈശോയെ ആശ്രയിക്കുക. അവൾ പഠിപ്പിച്ചു, അവൾ പറഞ്ഞു, ഒരു 3 മിനിറ്റ് സമയം പോലും എനിക്ക് ഈശോയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കാനാവില്ല. അപ്പോൾ അവളുടെ ജീവിതം ഒരു പ്രാർത്ഥനയല്ലായിരുന്നോ? അവളെ സംബന്ധിച്ച് ഈ വചനം ശരിയാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഒരു 3 മിനിറ്റ് സമയം നമ്മൾ ദിവസത്തിൽ പലപ്പോഴും ദൈവത്തെ ഓർക്കാറുണ്ടോ എന്ന് തന്നെ ആത്മശോധന ചെയ്ത് നോക്കണം. പലപ്പോഴും നമ്മൾ കർത്താവിനെ മറന്നു പോകുന്നു. പക്ഷെ കൊച്ചുത്രേസ്യ പറയുകയാണ്, എനിക്കൊരു 3 മിനിറ്റ് പോലും ഈശോയെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം പ്രിയമുള്ളവർ. സഹനങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അത് ദൈവം നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇതേ വചനം തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ലെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവർ. നമ്മൾ ഈ വചനങ്ങളെല്ലാം ധ്യാനിക്കണം. എത്രയോ സ്ഥലങ്ങളിൽ ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നിരാശയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് പ്രത്യാശയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്.
ഇനി വചനം നമ്മൾ കണ്ടുമുട്ടും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നൊരു വചനഭാഗമുണ്ട്. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിൻ്റെ സ്വീകാര്യരായ മനുഷ്യരും. സ്നേഹമുള്ളവരെ, സഹനത്തിൻ്റെ ചൂള കർത്താവിൻ്റെ സമ്മാനമാണ്, പദ്ധതിയുടെ ഭാഗമാണ്. ഒരുങ്ങിയിരിക്കുക. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ സഹനമില്ലേ? ഇതുവരെ നിൻ്റെ ജീവിതത്തിൽ സഹനം കടന്നു വന്നിട്ടില്ലേ? ഒരു ദിവസം വരും. കർത്താവിൻ്റെ ജീവിതത്തിൽ പീഡാസഹനം ഉണ്ടായെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന, ക്രിസ്തുവിനെ അടുത്തനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിലും സഹനം ഉറപ്പാണ്. ഇന്നുണ്ടായിട്ടില്ലെങ്കിൽ, ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു കുരിശിൻ്റെ വഴി വരേണ്ടിയിരിക്കുന്നു. അതിന് ഒരുങ്ങിയിരിക്കുക എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നമ്മൾ വിശുദ്ധാത്മാക്കളുടെ ജീവിതം പരിശോധിക്കണം. ആഗസ്തീനോസ്, നമുക്ക് പറയാൻ മേലെ, ഒരു കാലത്ത് തിന്മയായിരുന്നു, ഒരു കാലത്ത് മോശമായിരുന്നു. അന്ന് പലരും ആഗസ്തീനോസിനെ വിധിച്ചു. പക്ഷേ ഇന്ന് സഭ വണങ്ങുന്ന വിശുദ്ധനാണ്, അവയിൽ അറിയപ്പെടുന്ന വിശുദ്ധനാണ്, വേദപാരംഗതനാണ്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം പരിശോധിച്ചാലും 2-ാമത്തെ ക്രിസ്തു എന്ന് വിളിക്കപ്പെടാവുന്ന വിധത്തിൽ വിശുദ്ധരുടെ ഗണത്തിൽ അത്യുന്നതമായ ഒരു സ്ഥാനം വിശുദ്ധ ഫ്രാൻസിസ് അസീസി നേടിയെങ്കിൽ അതിന് പിന്നിലൊരു ചരിത്രമില്ലേ? യുദ്ധത്തിന് പോയി സകലവിധ കൂട്ടുകാരോടും ചേർന്ന് നടന്നിരുന്നൊരു ഭൂതകാലം ഫ്രാൻസിസ് അസീസിക്കും ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഫ്രാൻസിസിനെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാകാം, ഇവൻ രക്ഷപ്പെടില്ല, ഇവനൊരു ശാപമാണ്, ഭൂമിക്ക് ഭാരമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പ്രിയമുള്ളവരെ, ആരെയും വിധിക്കരുത്, ആരെക്കുറിച്ചും മോശമായിട്ട് ചിന്തിക്കരുത്, ഒരു കാലത്തെക്കുറിച്ചും മോശമായിട്ട് ചിന്തിക്കരുത്. എല്ലാ കാലങ്ങളും നല്ലതാണ്, എല്ലാ വ്യക്തികളും നല്ലതാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയില്ല, നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കുക. മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വിധിക്കേണ്ട കാര്യമില്ല, മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവൻ്റെ വഴിക്ക് വിട്ടേക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുക. നമ്മുടെ കൊച്ചു സഹനങ്ങളും വേദനകളും ഒക്കെ അവർക്ക് വേണ്ടി കൂടി കാഴ്ചവെക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവരെ വിധിക്കാൻ പോകണ്ട. സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. പ്രിയമുള്ളവർ, ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. എന്താണ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത്? മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലെ വീഴ്ചകളാണ്, ഇല്ലെങ്കിൽ മുറിവുകളാണ് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ എന്നോട് പെരുമാറിയത്, എൻ്റെ സഹോദരൻ എന്നോട് പെരുമാറിയത് എനിക്കിഷ്ടപ്പെട്ടില്ല, എൻ്റെ മനസ്സിൽ വേദന ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ ആ സ്വാഭാവികമായ വേദനയെ നന്മയാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഈ വചനം നമ്മളെ സഹായിക്കും. പ്രഭാഷകൻ 39, 34, ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായിട്ട് തെളിയും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജ്ഞാനം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:7 വചനം പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ജ്ഞാനം ലഭിച്ചു, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എന്നിലേക്ക് ഒഴുക്കപ്പെട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവികമായ ജ്ഞാനം ഉള്ളിൽ നിറഞ്ഞ് വചനം ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ദൈവമേ, കരുണയായിരിക്കണമേ. ദൈവികമായ ജ്ഞാനം കൊണ്ട് വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തി നൽകണമേ. നിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ നൽകണമേ. വചനത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കി ലോകത്തിൽ ഒന്നിനെയും മോശമെന്ന് വിളിക്കാത്തൊരു ജീവിതം, ആരെയും കുറ്റം പറയാത്തൊരു ജീവിതം, ആരെയും വിധിക്കാത്തൊരു ജീവിതം, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നൊരു മനസ്സ് എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബം അത് ദൈവം തന്ന സമ്മാനമാണ്. ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ എൻ്റെ ദൈവം എനിക്കൊരുക്കിയ സമ്മാനമാണ്. ഈ ജീവിത സാഹചര്യത്തിൽ സന്തോഷത്തോടെ, അങ്ങ് പറഞ്ഞതുപോലെ ആനന്ദത്തോടെ ജീവിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണേ. എല്ലാ തടസ്സങ്ങളും മാറ്റണേ. എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന നിരാശ ഈ സമയത്ത് നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന് പ്രവർത്തിക്കാനായിട്ട് യാതൊരുവിധ വഴികളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. പിശാചിന് കടന്നു വരാനായിട്ടുള്ള എല്ലാ വഴികളും കർത്താവ് അങ്ങ് അടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ കൊണ്ട് എൻ്റെ മനസ്സ് നിറയ്ക്കണമേ. ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണേ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. എൻ്റെ ഹൃദയം കർത്താവ് അങ്ങ് സ്വന്തമാക്കണമേ. പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ കുരിശിൻ്റെ വഴികളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ
എന്നെ പൊതിഞ്ഞു പിടിക്കണം. എന്നെ വിട്ടുകൊടുക്കരുതേ, യാതൊരു തിന്മയ്ക്കും എന്നെ വിട്ടുകൊടുക്കരുത്. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ്യവും വിശുദ്ധ മിഖായേലിൻ്റെ പ്രത്യേക സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.